ഏതൊരാളുടെ ഞാൻ വണ്ടി മേടിച്ചാലും കമ്മീഷൻ കൊടുക്കണം, വേണ്ടേ? അത് നിനക്ക് ഞാൻ തരും. അമ്മാവ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് 28 രൂപ കിട്ടണം, നീ ഏത് വിലക്കാന്നോ കൊടുത്തോളാനാ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ 30-31 വെളി കൊടുക്കായിരുന്നു. 3 രൂപക്കുള്ളൊന്നും ആ വണ്ടിക്ക് കിട്ടത്തില്ല. എനിക്ക് ആ കമ്മീഷൻ വേണ്ട. അമ്മ 28 രൂപയ്ക്ക് ഞാൻ സത്യം വണ്ടി ഒന്ന് നോക്കാലേ. ഞാൻ വിളിക്കട്ടെ. ആ അതാണ് പറഞ്ഞു തരുന്നില്ല. അമ്മായിയും വന്നു. അമ്മായി വന്ന് അവിടെ അന്നനാടൻ വെച്ച് വരിക. എപ്പ വരാൻ പറഞ്ഞാ അറിയുള്ളൂ. എന്താണ് ഇത്ര നേരം? നിന്നോട് ഞാൻ എപ്പോ വരാൻ പറഞ്ഞ? ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒന്ന് 1 മണിക്കൂർ നിന്നിട്ട് എനിക്ക് ഇപ്പോഴാ ബസ് കിട്ടുന്നത്. എടി 1 മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സൗകര്യത്തിന് ബസ് വരില്ല, ബസിന്റെ സൗകര്യത്തിന് നീ നിൽക്കണം. ഇവിടെ ഇപ്പൊ ഇത്ര ധൃതി പിടിച്ച് വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. അവളോട് ഞാൻ ഇവിടെ 9 മണിക്ക് എത്താൻ പറഞ്ഞ അവളാ നേരത്തെ ഇവിടെ എത്തണ്ടേ? എനിക്ക് പല കാര്യങ്ങളുണ്ടാവും. ഒരു ബസ് താമസിച്ചതിനൊക്കെ ഇങ്ങനെ കിടന്ന് ബഹളമുണ്ട്. എന്തോ ഇപ്പൊ അത്യാവശ്യം. എന്റെ അല്ലെങ്കിൽ നിനക്ക് ഈടായിട്ട് പറഞ്ഞ അനുസരണ വളരെ കുറവാണല്ലോ. എനിക്ക് അറിഞ്ഞൂടാ കൊച്ചെ. ഒരു സമയത്ത് വരാൻ പറഞ്ഞ സമയത്ത് വരണം, അല്ലാണ്ട് നിന്റെ സൗകര്യത്തിന് വരുമ്പോ ഞാൻ ഇവിടെ കാത്തുകളല്ല. നിന്നോട് എന്ത് രാവിലെ 8 മണി നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞല്ലേ ഞാൻ? എന്തിനാന്ന് പറയാ, എന്തോ അത്യാവശ്യം. അതെന്തിനിപ്പ എന്നോട് ഇപ്പൊ പറയണ? എനിക്ക് സൗകര്യമുള്ളപ്പോ പറയും. വീട്ടിൽ നിന്നാകുമ്പോ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്നോട് വിസ്തരിച്ചാലേ പറ്റൂ. നേരെ എത്രയും നോക്കിയത് എനിക്കറിയാം വയ്യ. എന്റെ ഭാര്യയോട് ഞാൻ ചൂടാവും. അമ്മായി കേറിപ്പോ അമ്മായി. പോയിട്ട് പോയിട്ട് കൊടുക്കും ഒരു മണം. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഇത്ര നേരം കുഴപ്പമില്ല. ഞാൻ അവള് വരട്ടേച്ചിട്ട് കാത്തിരിക്കായിരുന്നു. എത്ര നേരമായി പ്രഷർ കാണിച്ചത്? 8 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞാ ഞാൻ. ഇപ്പൊ എത്ര നേരമായി? 1.5 മണിക്കൂർ 8 മണിക്ക് തന്നെ വരാൻ പറ്റുമോ? വരണം. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. ഓടായിരുന്നു. ആർക്ക് വേണം വണ്ടി? വണ്ടി വേണം പറഞ്ഞാ അങ്ങനെയുള്ളവർക്കല്ലേ വണ്ടി മേടിച്ചു കൊടുക്കണം. വണ്ടി അത്ര നേരമായിട്ട് അവള് മോരെടുക്കാൻ പോയിട്ട് നോക്കി വളഞ്ഞ